ഹായ് ഹലോ ലേൺ ആൻഡ് ഗ്രോ വിത്ത് ആയിഷു എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് എന്താണെന്ന് നോക്കാം. ഒരു പെൺകുട്ടിക്ക് നിങ്ങൾ ആൺകുട്ടിയോട് ക്രഷ് അടിച്ചിട്ടുണ്ടെങ്കിൽ അവൾ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. നമ്മുടെ ഫസ്റ്റ് പോയിന്റ് എന്താണെന്ന് നോക്കാം. ഒരു പെൺകുട്ടിക്ക് നിങ്ങൾ ആൺകുട്ടിയെ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആദ്യം തന്നെ അവൾ ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത് മാക്സിമം നിങ്ങളുടെ അറ്റൻഷൻ പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. അതായത് നിങ്ങൾ ആ ഒരു പെൺകുട്ടീനെ നോക്കണം, അവളിലേക്ക് നിങ്ങൾ അട്രാക്റ്റ് ആകണം. ഇതിന് വേണ്ടിയിട്ട് ആ ഒരു പെൺകുട്ടി നിങ്ങളുടെ അടുത്ത് വന്ന് നിന്ന് സംസാരിക്കും, നിങ്ങളുടെ പുറകിൽ വന്ന് നിൽക്കും, നിങ്ങളുടെ ഓപ്പോസിറ്റ് വന്ന് നിൽക്കും. നിങ്ങൾ കാണിക്കുന്ന പോലെ, അതായത് ഇപ്പം നിങ്ങൾ സംസാരിക്കുന്ന രീതിയിൽ സംസാരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ നടക്കുന്ന രീതിയിൽ നടക്കും. ഇങ്ങനെ അറ്റൻഷൻ പിടിച്ചു പറ്റുകയാണ് അവൾ ആദ്യം തന്നെ ചെയ്യുന്ന കാര്യം. ഇനി സെക്കൻഡ് സൈൻ എന്താണെന്ന് നോക്കാം. രണ്ടാമതായിട്ട് ഒരു പെൺകുട്ടിക്ക് നിങ്ങളോട് ക്രഷ് അടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആൺകുട്ടികൾ ആ ഒരു പെൺകുട്ടിയുടെ നേരെ നോക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് അവൾ നിങ്ങളെ മാത്രം നോക്കി ചിരിക്കും. ഇങ്ങനെ ക്ലാസ്സിലിരിക്കുമ്പോഴോ അല്ലെങ്കിൽ നടന്നു പോകുമ്പോഴോ ഒക്കെ എവിടെയാണെങ്കിലും നിങ്ങൾ നോക്കുമ്പോഴൊക്കെ ആ ഒരു പെൺകുട്ടി നിങ്ങളുടെ നേരെ നോക്കുന്നു, നിങ്ങളെ ചിരിച്ചു കാണിക്കുന്നു. ഇങ്ങനെയൊക്കെ ആ ഒരു പെൺകുട്ടി ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ആ ഒരു പെൺകുട്ടിക്ക് നിങ്ങളോട് ക്രഷ് അടിച്ചിട്ടുണ്ട് എന്നതാണ്. ഇനി തേർഡ് സൈൻ എന്താണെന്ന് നോക്കാം. മൂന്നാമതായിട്ട് ഒരു പെൺകുട്ടിക്ക് നിങ്ങൾ ആൺകുട്ടിയോട് ക്രഷ് അടിച്ചിട്ടുണ്ടെങ്കിൽ അവൾ ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത് എപ്പോഴും നിങ്ങളെ തന്നെ നോക്കി നിൽക്കും. അതായത് നിങ്ങൾ നോക്കുമ്പോഴൊക്കെ നിങ്ങളെ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കും. ഇനി നിങ്ങളും അങ്ങോട്ട് നോക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് ഫേസ് മാറ്റും, താഴത്തേക്കൊക്കെ നോക്കും. ഇങ്ങനെ ഏത് സമയം ഏതെങ്കിലും ഒരു പെൺകുട്ടി നിങ്ങളെ തന്നെ നോക്കി നിൽപ്പുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ആ ഒരു പെൺകുട്ടിക്ക് നിങ്ങളോട് ക്രഷ് അടിച്ചിട്ടുണ്ട് എന്നതാണ്. എന്നാൽ നിങ്ങൾ നോക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് അവളുടെ ഫേസ് മാറ്റും. അത് വേറെ ഒന്നുമല്ല, അവൾ നിങ്ങളെ നോക്കുന്ന കാര്യം നിങ്ങളങ്ങനെ പെട്ടെന്നൊന്നും മനസ്സിലാക്കണ്ട. അവൾക്കങ്ങനെ നിങ്ങളെ നോക്കിക്കൊണ്ടേ നിൽക്കണം. പിന്നെ ചില പെൺകുട്ടികളുണ്ട്, നിങ്ങൾ നോക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് ഫേസ് മാറ്റുന്ന അവൾക്ക് നാണമുള്ളത് കൊണ്ടാണ്. അതായത് നിങ്ങൾ നോക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് അങ്ങോട്ട് നാണാകും, അതുകൊണ്ടാണ് ഫേസ് പെട്ടെന്ന് മാറ്റുന്നത്. അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ ഇനി അവരുണ്ടോ ഇല്ലയെന്ന് അവർക്കറിയില്ല, പക്ഷെ അവൾക്ക് നിങ്ങളെ ഇഷ്ടമാണ്, നിങ്ങളെ എപ്പോഴും കണ്ടുകൊണ്ടും ഇരിക്കണം, നിങ്ങളെ നോക്കാതിരിക്കാനും പറ്റുന്നില്ല. ഇങ്ങനെയൊരു സിറ്റുവേഷൻ വരുന്നത് കൊണ്ടാണ് എപ്പോഴും ആ ഒരു പെൺകുട്ടി നിങ്ങളെ തന്നെ നോക്കി നിൽക്കുന്നത്. ഇതാണ് നമ്മുടെ മൂന്നാമത്തെ സൈന്. ഇനി നാലാമത്തെ സൈൻ എന്താണെന്ന് നോക്കാം. അതിനു മുമ്പായിട്ട് നമ്മുടെ ഇതൊരു പുതിയ യൂട്യൂബ് ചാനലാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അതേപോലെ തന്നെ വീഡിയോക്ക് ഇത് ലൈക്കും കൂടി ചെയ്യണേ. പിന്നെ ഇതൊന്നും അറിയാതെ നടക്കുന്ന നിങ്ങളുടെ കുറച്ച് ഫ്രണ്ട്സൊക്കെ ഉണ്ടാവുമല്ലോ, ഈ കാര്യങ്ങളൊന്നും അറിയാത്തവർ, അവർക്കൊക്കെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടി ആരും മറക്കരുത്. നമ്മുടെ നാലാമത്തെ സൈൻ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു പെൺകുട്ടിക്ക് നിങ്ങളോട് ക്രഷ് അടിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു പെൺകുട്ടി നിങ്ങളുടെ അടുത്ത് വന്നിരിക്കാൻ വേണ്ടിയിട്ട് മാക്സിമം ശ്രമിക്കും. അതായത് ഇപ്പം എന്തെങ്കിലും ഫംഗ്ഷനോ കാര്യങ്ങളോ ഒക്കെയാണ് എങ്കിലും എവിടെയെങ്കിലുമൊക്കെ സീറ്റ് ഫ്രീ ആയിട്ടുണ്ടെങ്കിൽ പോലും ആ ഒരു പെൺകുട്ടി നിങ്ങളുടെ അടുത്ത് വന്ന് മാക്സിമം ഇരിക്കും. ഇനിയിപ്പോൾ അടുത്തിരിക്കാൻ പറ്റില്ലെങ്കിൽ മാക്സിമം നിങ്ങളുടെ പുറകിലെങ്കിലും ആ ഒരു പെൺകുട്ടി വന്ന് ഇരിക്കും, എന്നിട്ട് നിങ്ങൾ നോക്കിക്കൊണ്ടേ ഇരിക്കും. പിന്നെ ഈ സമയം ആ ഒരു പെൺകുട്ടിയുടെ ഫ്രണ്ട്സൊക്കെ വല്ലാതെ നിങ്ങളെ കളിയാക്കി ചിരിക്കുന്നുണ്ടാവും. ഇങ്ങനെ ഏതെങ്കിലും ഒരു പെൺകുട്ടി നിങ്ങളുടെ അടുത്ത് വന്ന് ഇരിക്കുന്നു, അല്ലെങ്കിൽ വന്ന് ഇരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു, ഇത് കണ്ടിട്ട് ആ ഒരു പെൺകുട്ടിയുടെ ഫ്രണ്ട്സൊക്കെ കളിയാക്കി ചിരിക്കുന്നു, ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ആ ഒരു പെൺകുട്ടിക്ക് നിങ്ങളോട് ക്രഷ് അടിച്ചിട്ടുണ്ട് എന്നാണ്. ആ ഒരു പെൺകുട്ടിയുടെ ഉള്ളിൽ നിങ്ങൾ അത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ്, അല്ലെങ്കിൽ ആ ഒരു പെൺകുട്ടിക്ക് നിങ്ങൾ അത്രമാത്രം ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ആ ഒരു പെൺകുട്ടി നിങ്ങളുടെ പിറകെ നടക്കുന്നത്. ഇത് കണ്ടിട്ടാണ് ആ ഒരു പെൺകുട്ടിയുടെ ഫ്രണ്ട്സൊക്കെ ചിരിക്കുന്നത്. ഒന്നോ അല്ലെങ്കിൽ രണ്ടോ സൈനൊക്കെ നോക്കിയിട്ട് ആർക്കും ആരോടും ഇഷ്ടമുണ്ട് എന്നൊന്നും നമുക്ക് ഉറപ്പിക്കാൻ വേണ്ടി പറ്റത്തില്ല. ഒരു 5 സൈനൊക്കെ പറയുകയാണെങ്കിൽ അതിൽ 4 എണ്ണം ഓക്കെ ആയെങ്കിൽ മാത്രമാണ് ഇത് കൺഫേം ചെയ്യാൻ വേണ്ടി പാടുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഒരുപാട് യൂസ്ഫുൾ ആയെന്ന് തന്നെ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ അടുത്ത ദിവസം വേറൊരു ടോപ്പിക്കായിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.